വിദേശികളെ ആ വെള്ളപ്പടകളെ കെട്ടുകെട്ടിച്ച ആത്മധൈര്യമുള്ള ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പതരങ്ങള്? അന്ന് തോക്കും പീരങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാടിനുള്ളത്. ആ പോരാട്ട വീര്യം ഇന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട്. അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി. ഇന്ന് നിങ്ങള് ആപ്പും ആധാറും പേരുമാറ്റവും വെച്ച് പാവങ്ങളെ അടിമകളാക്കാൻ നോക്കണു. വെള്ളപ്പടകളെ തുരത്തി ഓടിച്ച ഈ മണ്ണില് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ നോക്കുകുത്തി നയങ്ങൾക്ക് ഭരണവൈകൃതങ്ങൾക്ക് അധികകാലം ഇനി ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ ഈ രാഷ്ട്രീയ കൂട്ടിനു മുന്നിൽ ഇനി ഇവിടുത്തെ സാധാരണ ഒരു കാര്യം പറയാ, ഇത് കേരളത്തിന്റെ മണ്ണാണ്. അന്ത്യത്തിൽ വിഭാവനം ചെയ്ത ആത്മവിശ്വാസത്തോടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ഭരണശിലാകേന്ദ്രത്തിന്റെ പണിക്കൽ നിന്ന് ഞങ്ങളെ വിളിച്ചു പറയുന്നു. ആ കളി ഈ കളി തന്നെയാണോ എന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളെ ഒന്നുകിൽ ഡൽഹിയിലെ തമ്പുരാക്കന്മാർക്ക് പാവങ്ങളുടെ കൂലി കൊടുക്കാൻ നൽകണം, അല്ലെങ്കിൽ ആ കൂലിയുടെ ജോലി വാങ്ങാൻ രണ്ടുമില്ലാതെ ഈ പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ പന്താറാന്ന് ഇനി ആരും അങ്ങനെ കരുതണ്ട. ഈ ഭരണശിലാകേന്ദ്രത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും അഭിവാദ്യങ്ങൾ 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 നിങ്ങൾ ഇച്ചിരി ബാഗ് നിന്ന് കിട്ടും മൊത്തത്തില്. നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾ സാറ് പറഞ്ഞ് നമ്മൾ മാന്യം എടുത്ത് പോകല്ല. നിങ്ങൾ ഫോനും കൊണ്ട് ഫോണെടുത്ത് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ വിളിക്കണ്ട, നിങ്ങൾ ആരെ വിളിച്ചോ? മീനുകാർ കുറച്ച് ബാങ്കിലോട്ട് നിൽക്കുന്നത് നേതാക്കന്മാരും ദീർഘകാലം കൊട്ടാരക്കരയിൽ നിന്ന് ഇടതുപക്ഷ എംഎൽഎ ആയിരുന്ന സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ
നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ, കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ, KPC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ, മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും K സുധാകരന്റെയും, മുൻ അധ്യക്ഷന്മാരായ K മുരളീധരന്റെയും MMSന്റെയും UD കൺവീനർ അടൂർ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ, MPമാർ, MLAമാർ, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ്, പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോടൊന്നിച്ചു നിൽക്കാൻ ശ്രീമതി ഐഷ പോറ്റി എടുത്ത തീരുമാനത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാന്യനും ആരാധ്യനുമായ AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ശ്രീമതി ഐഷ പോറ്റിക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു. ജയ് ജയ് കോൺഗ്രസ്! ജയ് ജയ് കോൺഗ്രസ്! ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഐതിഹാസികമായ ഈ സമരപന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായി. ദീർഘകാലം CPMന്റെ MLA, മുതിർന്ന CPM നേതാവുമായ ശ്രീമതി ഐഷ പോറ്റി. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ KPCCയുടെ